വാവ്, റിബേക്ക പറഞ്ഞു. പച്ചപ്പുല്ല് വിരിച്ച വിശാലമായ ഇടത്തിന് ഒത്ത നടുവിൽ കരിങ്കല്ലുകൾ കൊണ്ട് പണിത ഒരു വീടുണ്ടായിരുന്നു. വാ. ദാവീദ് റിബേക്കയെ കൂട്ടി അവിടേക്ക് നടന്നു. വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറി. ഇവിടെ വേറെ ആരുമില്ലേ ദാവി? നമ്മൾ മാത്രം. ദാവീദ് ചിരിച്ചു. നീ ഇരിക്കെ, ഞാൻ കോഫി എടുക്കാം. ഞാൻ ഉണ്ടാക്കാം ദാവി. നോ, ഞാൻ ഉണ്ടാക്കാം. അവൻ കിച്ചണിലേക്ക് നടന്നു. നമ്മൾ എവിടേക്കാ പോകുന്നത് സാറാ? ഒരിടത്തേക്ക് ജോ. എന്താ ജോയ്ക്ക് എന്നെ പേടിയുണ്ടോ? ഹേയ്, എന്തിനു പേടിക്കണം? പിന്നെന്താ ജോ, ഇവിടെ എൻ്റെ ഒരു വീടുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് പോയിരിക്കണം. പക്ഷേ ജോ കൂടെ വേണം. ഓക്കെ, സേറ പറയുന്നത് പോലെ. സേറ, ഏതനയിലുള്ളവർക്ക് നാനൂനെ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞാൽ? അബദ്ധമാണെങ്കിലും എസ്തേറിനെ കൊന്നത് ഇമ്മാനുവൽ ഏത്തനാണ് ജോ. നിന്റെ അബ്ബ ജോഷായെ കൊല്ലാനായി കാതറിൻ ആന്റിക്ക് മുന്നിൽ ഇട്ടുകൊടുത്തത് നഥാൻ ഡാനിയൽ ഏത്തനാണ്. അതോടുകൂടി ഇരുണ്ട ഭൂമി ഇല്ലാതെയായി. ആ വംശത്തിലുള്ള പ്രധാനപ്പെട്ടവരെ എല്ലാം മരണത്തിലെത്തിച്ചത് ഏതന്മാരാണ് ജോ. ജോ, ദൈവം ഒരിക്കലും ചോര വീഴ്ത്തി നന്മ പുനഃസ്ഥാപിക്കില്ല. പിന്നെ എൻ്റെ മകൾ, അവൾ ഇമ്മാനുവലിൻ്റെയും എസ്തറിൻ്റെ മകളാണ്. അത് കേട്ടപ്പോൾ ജോനഥാൻ അവളെ സൂക്ഷിച്ചു നോക്കി. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം മിറിയം ഒരിടത്ത് കാർ നിർത്തി. കൊള്ളാവല്ലോ സ്ഥലം. ജോനഥാൻ കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞു. വരൂ ജോ. സേറ അകത്തേക്ക് നടന്നു, കൂടെ ജോനഥാനും. ജോനഥാൻ അകത്തേക്ക് കയറിയപ്പോൾ കോണിപ്പടികൾ ഇറങ്ങി ദാവീദ് താഴേക്ക് വന്നു. ഒരു റൂമിൽ നിന്ന് ആരോണും ആര്യനും. ജോനഥാൻ സേറയെ തിരിഞ്ഞു നോക്കി. മിറിയം, നീ മുകളിലേക്ക് പോ. ദാവീദ് പറഞ്ഞപ്പോൾ മിറിയം കോണിപ്പടികൾ കയറി. നിന്റെ ബുദ്ധി കൊള്ള ആര്യ. എത്ര പെട്ടെന്ന് ഇവനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തത്. ആരോൺ ചിരിച്ചു, ആര്യനും. മിറിയം ഒരു റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന റിബേക്കയെ നോക്കി. അവൾ ഒരു കസേര റിബേക്കയുടെ മുന്നിലേക്ക് വലിച്ചിട്ട് അതിലിരുന്നു. ജോനഥാന് മുന്നിൽ ദാവീദും. മിറിയത്തെ കണ്ടപ്പോൾ റിബേക്കയുടെ കണ്ണുകൾ വിടർന്നു. മിറിയം കൈനീട്ടി റിബേക്കയുടെ മുഖത്തൊട്ടിച്ച ടേപ്പ് വലിച്ചെടുത്തുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്ന് റിബേക്കയെ നോക്കി കാലിന്മേൽ കാല് കയറ്റിവെച്ചു. തന്റെ മുന്നിലിരിക്കുന്നത് ഏഥൻ ഗാർഡനിലെ കോളേജിൽ കണ്ടിട്ടുള്ള ഫോട്ടോയിലെ എസ്തർ ആണെന്ന് റിബേക്കയ്ക്ക് തോന്നി. കുറച്ചുനേരം മിറിയം റിബേക്കയെ തന്നെ നോക്കിയിരുന്നു. മിറിയത്തിന്റെ നോട്ടത്തിൽ ദയയുടെ ഒരംശം പോലുമില്ലെന്ന് റിബേക്കയ്ക്ക് മനസ്സിലായി. എന്റെ കുഞ്ഞിനെ എന്തിനാ തട്ടിക്കൊണ്ടുപോയത് റിബേക്ക? മറിയം ചോദിച്ചു. ഞാനല്ല, എനിക്കറിയില്ല. നിനക്കറിയാം. മറിയം മുഖം അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നിനക്കറിയാം, പക്ഷെ നീ അത് പറയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മറിയം എഴുന്നേറ്റ് അവൾക്ക് പിന്നിൽ ചെന്ന് നിന്ന് റിബേക്കയുടെ 2 തോളിലും കൈവച്ച് നിന്നു. പറയൂ ജോനഥാൻ, എന്റെ കുഞ്ഞിനെ എന്തിനാണ് കൊണ്ടുപോയത്? ദാവീദ് ചോദിച്ചു. ഞാനല്ല, നിന്റെ ഭാര്യയല്ലേ കുഞ്ഞിനെ കൊണ്ടുപോയത്. അവളോട് ചോദിക്കേ. വഞ്ചകയാണവൾ. ചതി ചെയ്തു എന്നോട്. വഞ്ചന, ചതി. ദാവീദ് എഴുന്നേറ്റ് നിന്നു. അത് നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ജോനഥാൻ. എന്റെ കുഞ്ഞെവിടെയെന്ന് നീ പറയണ്ട. എന്റെ കുഞ്ഞിനെ എന്തിന് നീ കൊണ്ടുപോയി? നിന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയെങ്കിൽ നീ തെളിയിക്കേ, കണ്ടെത്ത്. ഏതനല്ലേ നീ? 1.5 മാസമായി നിന്റെ മൂക്കിന്റെ തുമ്പിലുള്ള കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്ത നീയാണോ യഹൂദ വംശത്തിന്റെ രാജാവ്? ഈ 1.5 മാസം, നിങ്ങൾ ഏതൻ ഹൗസിലുണ്ടായിരുന്ന ഈ 1.5 മാസം ജോനഥാൻ നിന്റെ സാത്താന്റെ അനുയായികളെ എല്ലാം ഒരാളെ ബാക്കി വെക്കാതെ കണ്ടെത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോ ഏതൻ ഹൗസിന്റെ ഈ ദാവീദ് ഏതന്റെ കസ്റ്റഡിയിലാണ് ജോനഥാൻ. അത് കേട്ടതും ജോനഥാന്റെ മുഖം മാറി. ഞാനൊരു രാജാവാണ് ജോനഥാൻ. രാജാവിന്റെ പ്രധാന ധർമ്മം സ്വന്തം ജനതയുടെ ക്ഷേമവും നന്മയുമാണ്. 100 നിയമങ്ങൾ പഠിച്ച് ദാവീദ സിനഗോഗിൽ നിന്നിറങ്ങിയത് ഈ വംശത്തെ ഭരിക്കാൻ തന്നെയാണ്, രക്ഷിക്കാൻ തന്നെയാണ്. ദൈവത്തിന്റെ അംശമായി ജനിച്ചവരെല്ലാം പലപ്പോഴും വിധിയെ നേരിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ജോനഥാൻ. പക്ഷെ രാജാവ് ജനതയെ രക്ഷിച്ചപ്പോൾ മകൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ഭാര്യയെയാണ്. കാരണം നാനു ഇരിക്കുന്നിടത്ത് നിന്ന് അവളെ രക്ഷിക്കാൻ എസ്തേറിന് മാത്രമേ കഴിയൂ. അത് കേട്ടപ്പോൾ ദാവീദ് ചിരിച്ചു. മിറിയം എസ്തേർ ആണ് ജോനഥാൻ. ഇങ്ങോട്ട് നിന്റെ ഒപ്പം വന്നത് യഥാർത്ഥത്തിൽ മിറിയമല്ല, എസ്തേർ ആണ്. നാനൂനെ നഷ്ടപ്പെട്ട അന്ന് മിറിയം ഏതൻ ഹൗസ് വിടാൻ കാരണം അവൾ എസ്തേർ ആയതുകൊണ്ട് തന്നെയാണ്. എസ്തേർ ഇന്നും എനിക്കോ നിനക്കോ ആർക്കും നിർവചിക്കാൻ കഴിയാത്ത ഒരാൾ. അവളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ
ഈ ഇമ്മാനുവലിന് മാത്രമേ കഴിയൂ. വിശുദ്ധയത്തനായ ഇമ്മാനുവലിന് ഒരിക്കൽ പോലും എസ്തർ ഇരുണ്ട ഭൂമിയിലേതാണെന്ന് തോന്നിയിട്ടില്ല. കാരണം എന്റെ എസ്തർ മനസ്സിൽ നന്മയുള്ളവളായിരുന്നു. താൻ വളർന്ന വംശം ചെയ്യുന്നതാണ് ശരിയെന്നവൾ വിശ്വസിച്ചുപോയി. അതേ എസ്തർ എന്ന മിറിയമായി നിൽക്കുമ്പോൾ അവൾ അവളുടെ കുഞ്ഞിനു വേണ്ടിയാണ് എസ്തറായത്. നിന്റെ അനുയായികളെ കണ്ടെത്തിയതും അവൾ തന്നെയാണ്. ഞാനില്ലാത്തപ്പോൾ സാത്താന്റെ ഉപദ്രവങ്ങൾക്ക് മിറിയത്തിന് നിന്നുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ 1.5 മാസം അവൾക്കതുണ്ടായില്ല. ഞാനില്ലാതെ തന്നെ അവൾ 1.5 മാസം ഏതൻ ഹൗസിന് പുറത്ത് ജീവിച്ചപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം നിന്റെ ദൈവത്തിന്റെ ആഗ്രഹം നടന്നു. അവനിനി നിങ്ങളെ തേടി വരില്ല. കാരണം നിന്റെ ദൈവം സ്വാർത്ഥനാണ്, വെറും സ്വാർത്ഥൻ. പക്ഷേ ഇത് കലാശക്കൊട്ടാണ് ജോനഥാൻ. എന്റെ അബ്ബയും അമ്മയും കാണിച്ച മണ്ടത്തരം ഞാൻ ആവർത്തിക്കില്ല. അതുകൊണ്ട് എന്റെ നല്ല പാതി സാത്താന്റെ അനുയായികളെ എല്ലാം പൂട്ടി. നിന്നെ ഞാൻ പൂട്ടി. അപ്പോ എസ്തർ ഇനി നിന്റെ ജീവിതത്തിൽ ഇല്ല. ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ എസ്തർ ആകുക എന്നാൽ അവൾ വീണ്ടും സാത്താന്റെ സന്തതിയായെന്നാണ്. ജോനഥാൻ ഉറക്കെ ചിരിച്ചു. എങ്കിൽ നിനക്ക് തെറ്റി. സാത്താനുള്ളവരെ മാത്രമേ സാത്താന്റെ സന്തതികളുമുള്ളൂ. എന്റെ നാനു അവളുടെ മമ്മയുടെ ആ പാവക്കറ നീക്കും. അതായത് എന്റെ കുഞ്ഞി നാനു നിന്റെ ദൈവത്തെയും പൂട്ടും. ഇത് എന്നോ നടക്കേണ്ടതായിരുന്നു. പക്ഷേ എന്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ എന്റെ എസ്തേറിനെയും കുഞ്ഞിനെയും ഇല്ലാതെയാക്കി. ഇനി അതുണ്ടാകില്ല. നിന്നെ സഹായിക്കാൻ ആരുമില്ല. ആരും ഉണ്ട്. പുറത്ത് നീ പോലും കൊല്ലാൻ മടിക്കുന്ന ഒരാള്, റിബേക്ക, അതായത് മിറ. ജോനഥാൻ ചിരിച്ചു. എസ്തേറിനൊരു പൂവ് പറിക്കുന്ന നേരം വേണ്ട ജോനഥാൻ മിറയെ കൊല്ലാൻ. എന്റെ ദൈവം എന്നോട് അരുൾ ചെയ്തു. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ചുറ്റും തന്നെ ഉണ്ടെന്ന് ഞാനത് കണ്ടെത്തി. ദാവീദ് ചിരിച്ചു. മിറ, നീ എന്റെ കുഞ്ഞിനെ എവിടെ ഒളിപ്പിച്ചുവെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എന്തിന് നീ അവളെ കൊണ്ടുപോയി? നിന്റെ മരണം ഉറപ്പിക്കാനോ? എന്റെ മരണമല്ല, നിന്റെ മരണമാണ് നടക്കുക. മിറിയം റിബേക്കയുടെ തോളിൽ വെച്ച കൈകൾ മെല്ലെ കഴുത്തിലേക്ക് കൊണ്ടുപോയി. മരണത്തിന്റെ ആഴം പറഞ്ഞ് മിറ ഈ എസ്തേറിനെ ഭയപ്പെടുത്താൻ നിൽക്കരുത്. പ്രിയപ്പെട്ടവന്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടുക എന്നത് എന്തിനേക്കാളും വേദനയാണ്. മിറിയം അവളുടെ കഴുത്തിൽ കൈകൾ അമർത്തി. ശ്വാസം കിട്ടാതെ റിബേക്കയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഞാനൊന്ന് അറിഞ്ഞമർത്തിയാൽ മിറ, നീ മരിക്കും. പക്ഷേ അങ്ങനെ നിന്നെ എളുപ്പത്തിൽ പരലോകം പുൽകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ കൊല്ലും. പക്ഷെ അത് ഇഞ്ചിഞ്ചായി പ്രാണവേദന ഇടിപ്പിച്ചാണെന്ന് മാത്രം. നീ പ്രാർത്ഥിക്കേ നിന്റെ ദൈവത്തോട്. വരാൻ പറയീ എസ്തേറിന് മുന്നിൽ. ഞാനും ഇപ്പോൾ ആ സാത്താന്റെ സന്തതി എസ്തേറാണ്, ഇരുണ്ട ഭൂമിയുടെ രാജ്ഞി. മിറിയം കൈകൾ ഉയർത്തി പറഞ്ഞു. നിന്റെ രാജ്ഞി, സാത്താന് പ്രിയപ്പെട്ടവൾ. നിനക്കിനി ഒരിക്കലും ദാവീദിന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല സേറ. റിബേക്ക ചിരിച്ചു. ഒരിക്കൽ ദാവീദ് എന്നോട് പറഞ്ഞു, നമ്മുടെ ജീവിതം നിർണയിക്കുക നമ്മുടെ കുഞ്ഞാണെന്ന്. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ ഇന്നെനിക്കറിയാം. എന്റെ നാനു, നഥാന്യ മിറിയം ഏതനിലെ അവസാന വിശുദ്ധ രക്തം, യഹൂദവംശത്തിന്റെ രാജകുമാരി. അവളുടെ മമ്മയുടെ പാപം പൊറുക്കും. അവളുടെ മമ്മയുടെ കൈകളിലെ രക്തക്കറകളിൽ നിന്ന് മോചനം കൊടുക്കും. എസ്തേർ സാത്താന്റെ സന്തതിയായിരിക്കും. സാത്താൻ ഉള്ളതുവരെ ഈ അമാവാസി നീയും കാണില്ല, നിന്റെ ദൈവവും കാണില്ല. പക്ഷെ മിറ, ഒരിക്കലും നീ ദയ പ്രതീക്ഷിക്കണ്ട. നിനക്കിനി ജീവിതം ഈ എസ്തേർ അനുവദിക്കില്ല. കാരണം നന്നാവാൻ നിനക്ക് തന്ന സമയമെല്ലാം നീ തട്ടിക്കളഞ്ഞു. ഇനി നിന്റെ മരണത്തിലേക്കുള്ള നിമിഷങ്ങൾ എണ്ണിയിരിക്കെ. പ്രാർത്ഥിക്കേ. പക്ഷെ നിന്റെ ദൈവം ഈ മുറിക്കകത്തെത്തില്ല. ഇത് ദാവീദ് തീർത്ത അരക്കില്ലമാണ്. നീ സാത്താന്റെ അനുയായിയാണ്, എനിക്കൊപ്പം നിൽക്കേണ്ടവൾ. അത് കേട്ടപ്പോൾ മിറിയം പൊട്ടിച്ചിരിച്ചു. കറുത്ത യഹൂദന്മാരുടെ രാജ്ഞി പദം വേണ്ടാന്ന് വെച്ച് പോയ എനിക്കെന്ത് സാത്താൻ? എന്റെ നന്മയും തിന്മയും കടമയും കർമ്മവും ജീവനും ജീവിതവും ആത്മാവും എന്റെ ഇമ്മാനുവലിന് ചുറ്റുമാണ്. എന്റെ കുഞ്ഞിന് ചുറ്റുമാണ്. കുറച്ചെങ്കിലും സിരയിലൂടുന്ന രാജകീയ രക്തത്തിന്റെ പരിശുദ്ധി ഞാൻ കാണിക്കണമല്ലോ മിറ. ഇല്ല സേറ, നിനക്കെന്നെ ഒന്നും ചെയ്യാനാകില്ല. ജോനഥാൻ പുറത്തുണ്ട്. അമാവാസിയുടെ അന്ന് നിന്റെ കുഞ്ഞിനെ കൊന്നുകൊണ്ട് പ്രാർത്ഥന നടത്താൻ ഇരുണ്ട ഭൂമിയിലെ രക്തം ബാക്കിയുണ്ട്. അവൻ വരും എന്നെ രക്ഷിക്കാൻ. എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിനു പോലും ആകില്ല. മിറിയം കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി. പുറത്ത് കാറ്റ് ആഞ്ഞു വീശുവാൻ തുടങ്ങി. ദാവീദ് പുറത്തേക്ക് നോക്കുമ്പോൾ കാറ്റ് ആഞ്ഞു വീശുന്നത് കണ്ടു. റിബേക്ക നോക്കി നിൽക്കെ
മെറിയത്തിന്റെ കൈവിരലിൽ നിന്ന് കറുത്ത പുക ഉയർന്നു പോകുന്നത് അവൾ കണ്ടു. റിബേക്കയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വെറുതെയാണ് റിബേക്ക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മെറിയം പറഞ്ഞു. കാരണം നിന്റെ ദൈവം സ്വാർത്ഥനാണ്. അവന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞു. മെറിയത്തിൽ നിന്ന് എസ്തേറിലേക്ക് ഞാൻ എത്തി. ആവശ്യം കഴിഞ്ഞാൽ അവൻ അവന്റെ അനുയായികളെ ഉപേക്ഷിക്കും. എന്റെ മരണം നടന്ന പോലെ. അവൻ അറിയാമായിരുന്നു ഇമ്മാനുവേലിനും എസ്തേറിനും ജനിക്കുന്ന കുഞ്ഞ് ഒരു പെൺകുഞ്ഞാകും. അത് വിശുദ്ധ രക്തമാകും. അവന്റെ അവസാനം ആ കൈകൾ കൊണ്ടാകുമെന്ന്. എന്റെ ചിന്തകളെ ഭരിച്ച് അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവനെ പ്രാർത്ഥിച്ച എന്നെ തന്നെ സാത്താൻ ഇല്ലാതെയാക്കി. അവന്റെ സ്വാർത്ഥത, ആ സ്വാർത്ഥതയുള്ള ദൈവത്തെ നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്റെ ദൈവവും മരണവും ഞാനാകുന്നു. കൈകളിൽ നിറഞ്ഞ കറുത്ത പുകയും മെറിയം റിബേക്കയ്ക്ക് നേരെ എറിഞ്ഞതും തീ കത്തുന്ന കയർ കണക്കെ അത് റിബേക്കയെ ചുറ്റി വരഞ്ഞു. റിബേക്ക ഉറക്കെ അലറിയെങ്കിലും ശബ്ദം ആ മുറിക്ക് പുറത്തേക്ക് വന്നില്ല. ഇത് എന്നെയും ദാവീദിനെയും നീ തീ തീറ്റിച്ചതിനല്ല, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതിനുമല്ല. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ ബലിയാടാക്കിയതിന്. ഇനി ഒന്നുകൂടി, ഒന്നും പുറത്ത് ക്ഷമിക്കാൻ ഞാൻ ദാവീദല്ല. മെറിയം അവിടെ നിന്നിറങ്ങി നടന്നു. ജോനത്താനെ കെട്ടിയിട്ട മുറിയിലേക്ക് മെറിയം ചെന്ന് ദാവീദിന്റെ അടുത്തിരുന്നു. എസ്തേർ! ജോനത്താൻ നോട്ടം ദാവീദിൽ നിന്ന് മെറിയത്തിലേക്കാക്കി. ദാവീദ് തലചരിച്ച് ജോനത്താൻ നോക്കി നിൽക്കുന്ന മെറിയത്തെ നോക്കി. എസ്തേർ, നീ എന്റെ രാജ്ഞിയാണ്. നമ്മൾ ഒരേ വംശമാണ്. ഒരേ വംശമോ? മെറിയം ചോദിച്ചു. ഒരേ വംശമാകണമെങ്കിൽ നീയും ഞാനും ഒരേ രക്തമായിരിക്കണം. എന്റെ സിരയിൽ ഓടുന്നത് നിന്റെ രക്തമല്ല ജോനത്താൻ. മെറിയം എസ്തേർ ആയാൽ നിനക്കും നിന്റെ ദൈവത്തിനുമൊപ്പം നിൽക്കുമെന്ന് കരുതിയ നിങ്ങൾക്ക് തെറ്റി. എസ്തേർ എന്ന് പുനർജനിച്ചോ അന്നു മുതൽ എന്റെ ദൈവം എന്റെ ഇമ്മാനുവലാണ്. അവനുവേണ്ടി ഏത് വേഷവും ഞാൻ സ്വീകരിക്കും, മരണം വരെയും. മെറിയത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദാവീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. നാനു, അബ്ബയുടെ മോളുടെ കയ്യില അബ്ബയുടെയും മമ്മയുടെയും ജീവിതം. മമ്മയില്ലെങ്കിൽ അബ്ബയുമില്ല. ദാവീദ്! മെറിയം പിന്നിൽ നിന്ന് അവനെ വിളിച്ചു. ശിക്ഷ കൊടുക്കേണ്ടത് നീയാണ്. ദാവീദ് മെറിയത്തെ നോക്കിയെങ്കിലും അവൾ വേറെ എവിടെയോ നോക്കി നിന്നു. ദാവീദ് അകത്തേക്ക് കയറിയപ്പോൾ മെറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നാനു! മെറിയം കണ്ണുകൾ അടച്ചു. അകത്ത് നിന്ന് ജോനത്താന്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് മെറിയം കണ്ണു തുറന്നത്. എന്റെ മകളെ നിങ്ങൾ കൊണ്ടുപോയല്ലോ. അവളെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കാതെ നിനക്ക് ഈ വേദനയിൽ നിന്ന് മോചനമില്ല ജോനത്താൻ. ദാവീദ് പുറത്തിറങ്ങിയപ്പോൾ ആര്യനും ആരോണും ജോനത്താനെ നോക്കി. കത്തിക്കൊണ്ടിരിക്കുന്ന കസേരയിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു ജോനത്താൻ. ജനലടച്ചേക്കാം, കാറ്റടിച്ച് തീ കെടണ്ട, ആര്യൻ പറഞ്ഞു. ദാ പൊട്ട, ഇടിവെട്ടി മഴ ആർത്ത് പെയ്താലും ഈ തീ കെടില്ല. ആരോൺ ചിരിച്ചു. അവർ പുറത്തേക്കിറങ്ങി. ആഹാ, നാനൂനെ കാണാത്ത സങ്കടം എനിക്കിപ്പോഴാ കുറച്ചെങ്കിലും മാറിയത്. മുകളിൽ എസ്തേർ വക വെടിക്കെട്ട് റിബേക്കയ്ക്ക്, താഴെ ദാവി വക ജോനത്താനും. പക്ഷേ രണ്ടുപേരും കുടുങ്ങിയതറിയില്ല. ആര്യൻ ചിരിച്ചു. നിന്നെ വെച്ച് ഞാനൊരു അധോലോകം പ്ലാൻ ചെയ്യട്ടെ ആര്യ. കിഡ്നാപ്പിംഗ് നിനക്കൊരു പ്രൊഫഷൻ ആക്കാം. എങ്ങനെ സാധിക്കുന്നു ഇത്? അപ്പ പേര് വന്ന് ലക്കിടാ. ഇത് ഞങ്ങൾക്ക് ബ്ലഡിലുള്ളത്. അവർ ചെല്ലുമ്പോൾ മെറിയവും കുറച്ചു ദൂരെ ദാവീദും നിൽക്കുന്നത് കണ്ടു. ദാവീദ് മെറിയത്തെ നോക്കി, മെറിയം അവനെയും. ഒരാളും പറയാതെ, ഒരക്ഷരം പറയാതെ നിനക്കെങ്ങനെ മെറിയം? എന്റെ കുഞ്ഞിനു വേണ്ടി എല്ലാം അവസാനിപ്പിക്കണം ദാവി, എല്ലാം. ഇനി നാനൂനെ തേടി ആരും വരരുത്. പക്ഷെ അകന്നു നിൽക്കുന്നത് നമ്മളാണ്. മെറിയം മരിച്ചിട്ടില്ലല്ലോ ദാവി, അവൾ മറുപടി കൊടുത്തു. ആര്യനും ആരോണും പരസ്പരം നോക്കി. ഇതെന്താകും ആരോൺ? അവർക്കിടയിൽ ഒരാളുണ്ട്, നാനു. ഇനി അകന്നു നിൽക്കുന്ന ആ രണ്ട് കൈകളും ചേർത്ത് പിടിക്കാൻ അവൾ വരും. ഈ ജോനത്താനും റിബേക്കയും ഫോൺ എവിടെയാ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? മെർലിൻ എലീനെ നോക്കി. എന്താ മെർലിൻ? രണ്ടുപേരുടെയും ഫോൺ ഓഫാണ്. അവരേത്തൻ ഹൗസിലല്ലേ, അതാകും, എലീന പറഞ്ഞു. എങ്കിൽ എങ്ങോട്ടൊന്ന് വിളിച്ചുകൂടെ? എനിക്കെന്തോ ടെൻഷനാകുന്നു. കുഞ്ഞിനെ കൊണ്ടുവന്നത് നമ്മളാണെന്നെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ആ ദാവീദ് എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയണ്ടല്ലോ ഞാൻ. ഇത്ര ദിവസമായിട്ട് അറിഞ്ഞോ അവർ? ഇല്ലല്ലോ. പിന്നെ ഇപ്പോ ഈ വിശുദ്ധ ഏത്തൻ ദൈവപുത്രൻ എന്നതിലൊന്നും ഒരു കാര്യവുമില്ല മെർലിൻ. വെറുതെ ഇവിടെയുള്ള ജനങ്ങളെ പറ്റിക്കാൻ. അവൻ എന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ കണ്ടെത്തിയേനെ അവന്റെ കുഞ്ഞിനെ. അല്ല, നീ എന്തിനാ ഇപ്പോൾ ജോനത്താനെ വിളിക്കുന്നത്? ഇനി നാളെ കഴിഞ്ഞാൽ അമാവാസിയാണ്. പ്രാർത്ഥന നടത്തണം. അതിനായുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ജനങ്ങളെയെല്ലാം അറിയിക്കണം. ഇതെല്ലാം ആര് ചെയ്യുമെന്നാ എലീന?
നിന്റെ കയ്യിൽ നമ്പറുള്ളവരെ നീ അറിയിക്കും മെർലിൻ. ജോനഥാനും റിബേക്കയ്ക്കും ഏതൻ ഹൗസിൽ പരിമിതികൾ കാണും. ശരി, ഞാൻ വിളിക്കട്ടെ. എങ്കിൽ ഞാൻ ആ നാനു ഉണർന്നു എന്ന് നോക്കട്ടെ. എലീന റൂമിലേക്ക് പോയപ്പോൾ നാനു ഉറക്കമുണർന്ന് പാവയെയും വലിച്ച് റൂമിലൂടെ നടപ്പായിരുന്നു. നാനു ഉണർന്നോ? എലീന ചോദിച്ചു. നാനു ചിരിച്ചു. മമ്മ വന്നോ ഗ്രാൻഡ്മ? മമ്മ വരുമല്ലോ, വേഗം വരും. നാനൂനറിയാം, മമ്മ വേഗം വരും, അബ്ബയും വരും. നാനൂന് വിശക്കുന്നുണ്ടോ? ഇയ്യ, ഗ്രാൻഡ്മ കഴിച്ചോ, കൊയേ കഴിച്ചോ. മമ്മ വന്നാൽ കഴിക്കാൻ നേരം തരില്ല. നാനു പറഞ്ഞതിന്റെ അർത്ഥം എലീനയ്ക്ക് മനസ്സിലായില്ല. ഒരാളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. മെർലിൻ റൂമിലേക്ക് വന്നു. ഒരാളെയും കിട്ടുന്നില്ല. എല്ലാം എവിടെ പോയി കിടക്കുവാണോ എന്തോ. എന്താ മെർലിൻ? എന്റെ കയ്യിൽ നമ്പറുള്ള ഒരാളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതെന്താ, ആരെയും കിട്ടുന്നില്ലേ? ഇല്ല എലീന, ജോനഥാന് റിബേക്കയും കിട്ടുന്നില്ല. ഏതൻ ഹൗസിൽ വിളിച്ചാൽ പ്രശ്നമായാലോ? എന്താ ചെയ്യാ? നീ ടെൻഷൻ ആകാതെ മെർലിൻ, അവർക്കൊന്നും വരില്ല. രാത്രിയാകുന്നു. ഞാൻ ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ, അല്ലെങ്കിൽ വിശന്നിട്ട് കരഞ്ഞാലോ ഇനി. എലീന എഴുന്നേറ്റ് പോയി, പിന്നാലെ മെർലിനും. അവർ പോയപ്പോൾ നാനു കട്ടിലിരുന്നു. മിച്ചു മമ്മ, മിച്ചു അബ്ബാ, നാനു മമ്മയെ കാണൂല്ലോ. നാനു പാവക്കുട്ടിയെ വലിച്ച് റൂമിലൂടെ നടന്നു. രാത്രി ജോനഥാനെയും റിബേക്കയും അടച്ചിട്ട വീടിന്റെ പിന്നിലെ തടാകത്തിന്റെ കരയിലിരിക്കുകയായിരുന്നു മറിയം. കാറ്റ് മെല്ലെ വീശുന്നുണ്ടായിരുന്നതിനനുസരിച്ച് തടാകത്തിലെ വെള്ളം ചെറുതായി ഓളം വെട്ടുന്നുണ്ടായിരുന്നു. മറിയം അതിലേക്ക് നോക്കിയിരുന്നു. ദാവീദ് മരങ്ങൾക്കിടയിലൂടെ മറിയത്തെ അന്വേഷിച്ച് അവിടേക്ക് വന്നപ്പോൾ നിലാവെട്ടത്തിൽ അവൾ ഇരിക്കുന്നത് കണ്ടു. അവൻ അവിടേക്ക് ചെന്ന് അവളുടെ അടുത്തിരുന്നു. മറിയം ദാവീദിനെ നോക്കി നീങ്ങിയിരുന്നു. എന്തിനാ അകന്നിരിക്കുന്നത്? അവൻ ചോദിച്ചു. വേണ്ട ദാവി, ഞാനിപ്പോൾ നിന്റെ ആ മറിയമല്ല. ആ മറിയമാകാൻ എനിക്കിനി കഴിയുമോ എന്നറിയില്ല. പക്ഷേ എനിക്ക് സങ്കടമില്ല. എൻ്റെ കുഞ്ഞിനു വേണ്ടിയല്ലേ. പഴയ മറിയമാകാൻ നിനക്ക്. പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. ഓരോ നിമിഷവും ഞാൻ നിന്നോട് തെറ്റ് ചെയ്തെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയും. ഞാനും റിബേക്കയും തമ്മിൽ എന്താ ഇപ്പോൾ വ്യത്യാസം ദാവി? വ്യത്യാസമുണ്ട്. തെറ്റ് തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് വരുന്നതാണ് ശരി. നേടാനല്ല, നഷ്ടപ്പെടാതിരിക്കാനാണ് നീ മാറിയത്. നീ അങ്ങനെ അകന്നു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മറിയം. ഞാനൊരു മനുഷ്യൻ കൂടിയാണ്. നീ തെറ്റുകാരിയാണെന്ന് പറയേണ്ടത് ഞാനും നാനുവുമാണ്. നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളങ്ങനെ പറയുമെന്ന്? മതി ദാവി, എനിക്കൊന്നും കേൾക്കാൻ വയ്യ. എനിക്കൊന്നും പറയാനുമില്ല. അവൾ എഴുന്നേറ്റു. നാനുവിനെ കണ്ടെത്തണം. ഞാൻ നാനുവിനെ കണ്ടെത്താൻ പോവുകയാ. എവിടേക്ക്? എസ്തേറിന് മാത്രം ചെന്ന് കയറാൻ കഴിയുന്ന മന്ത്രങ്ങൾ കൊണ്ട് അടച്ച ഏതോ മുറിയിലുണ്ട് നാനു. എൻ്റെ മോൾ എന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. മറിയം ദാവീദിനെ നോക്കാതെ തന്നെ പറഞ്ഞു. ഞാനും വരുന്നു. അപ്പോൾ ഇവിടെ? മറിയം ചോദിച്ചു. ആരോണും ആര്യനുമുണ്ടല്ലോ, അവർ മതി. എൻ്റെ ശക്തി മറികടക്കാൻ അവർക്ക് കഴിയില്ല. ഞാനും വരുന്നു. മറിയം നടന്നു. പിന്നാലെ ദാവീദും. മറിയവും ദാവീദും കാറിൽ കയറി. എവിടേക്കാ? ദാവീദ് ചോദിച്ചപ്പോൾ മറിയം അവനെ നോക്കി. നാനൂനെ കാണണ്ടേ? കൊണ്ടുവരണ്ടേ? എല്ലാം അവസാനിപ്പിക്കണ്ടേ നമുക്ക്? എവിടുന്ന് വെച്ചാ? നാനുവിൻ്റെ ഗന്ധം എനിക്കറിയാം. എൻ്റെ നെഞ്ചിൽ കിടത്തി ഞാൻ ഉറക്കിയിരുന്ന കുഞ്ഞാണവൾ. എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തിയതാണ്. ഇനി കൊണ്ടുവരണം. അവർ ജയിക്കുമെന്ന് കരുതിയിരിക്കുന്നതിന് ഒരു ദിവസം മുന്നേ അവരെ തീർക്കണം. അമാവാസിക്ക് മുന്നേ. അമാവാസിയിൽ നിങ്ങളെക്കാൾ ശക്തി എനിക്കാകും. അത് വേണ്ട. ജയിക്കേണ്ടത് നിങ്ങൾ അബ്ബയും മകളുമാണ്. തോൽക്കേണ്ടത് എസ്തേറിന്റെ ദൈവവും. സാത്താൻ സന്തതികളെ അവസാനിപ്പിക്കുമ്പോൾ ഈ എസ്തേറിന് മരണം ആരുടെ കൈകൊണ്ടാ? പതിവ് പോലെ നീയോ, അതോ പതിവ് തെറ്റിച്ച് മോളോ? മറിയം, ദാവീദ് അവളെ നോക്കി. നീ എന്തൊക്കെയായി പറയുന്നത്? അത് കേട്ടപ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. ദാവീദ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന മറിയത്തെ നോക്കിയെങ്കിലും അവൾ ദാവീദിനെ നോക്കിയില്ല. അവൻ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. താങ്കൾ കൊന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിനെ കൂടാ. താങ്കൾ ഏതനിലെ വിശുദ്ധ രക്തമാണെന്നറിഞ്ഞിട്ടും ഞാൻ കൊല്ലാതിരുന്നത് എനിക്ക് താങ്കളോടുള്ള പ്രണയം കൊണ്ടാ. പക്ഷേ ഇനി ഏതൻ കുടുംബത്തിലെ ഒരു വിശുദ്ധ രക്തവും ഭൂമി കാണില്ല. കാരണം എന്റെ പ്രണയത്തെ കൊന്നത് നിങ്ങളുടെ വിശുദ്ധ പദവിയാണ്. എസ്തേർ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. നമ്മുടെ കുഞ്ഞുമുണ്ട് ഇമ്മാനുവൽ. പെട്ടെന്ന് ദാവീദ് കണ്ണു തുറന്ന് മറിയത്തെ നോക്കി. പേടിക്കേണ്ട ദാവി, ഇത്തവണ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകില്ല. അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ അത് നീ തന്നെ ചെയ്യണം. നാനുവിനെ കൊണ്ട് ചെയ്യിക്കരുത്. ആ കൈകൾക്ക് അതിന് ശക്തി ഉണ്ടാകില്ല. നീയാകുമ്പോൾ ഞാൻ വേദന എന്തെന്നറിയില്ല. മതി, നിർത്ത്.
എനിക്ക് കേൾക്കണ്ട. മരിക്കുകയാണെങ്കിൽ ദാവീദും മിറിയവും ഒരുമിച്ച്. നാനൂനെ അവളുടെ ഗ്രാൻഡ്മ നോക്കും. അല്ലാതെ നിന്നെ നഷ്ടപ്പെടുത്തിയ ഒരു ജീവിതം എനിക്കില്ല. എങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? പറയേ, ദാവീദിന്റെ ഒപ്പം മിറിയത്തിന് ജീവിക്കണ്ടേ? അവൾ മൂളി. നമ്മൾ ഇനിയും ഒരുമിച്ച് ജീവിക്കും. നീ, ഞാൻ, നാനു, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കും. ദാവീദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ വിശ്വാസത്തെ എതിർത്ത് പറയാൻ മിറിയത്തിന് കഴിഞ്ഞില്ല. മിറിയം കാറ് മെൽക്കിഷ്വായിലേക്ക് തിരിച്ചു. മെൽക്കിഷ്വായിലോ? ഇവിടെയൊക്കെ ഞാനും പോലീസും സെർച്ച് ചെയ്തതാ പഗ്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പലതും ഈ സാത്താന്റെ സന്തതിക്ക് കാണാൻ കഴിയും. മിറിയം കാറ് നിർത്തിയിറങ്ങി. എന്നാലും ഇവരെ എത്ര നേരമായി വിളിക്കുന്നു? ഫോൺ ഓഫാണ് രണ്ടുപേരുടെയും. ജോനത്താന് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുപോലെ. അമാവാസിയുടെ അന്ന് അവന്റെ അബ്ബയുടെ രക്തത്തിന് കണക്ക് ചോദിക്കുന്ന ദിവസമാണ്. എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കണം. എന്റെ ആൽവിന്റെയും രക്തത്തിന് കണക്ക് ചോദിക്കേണ്ട ദിവസമാണെന്ന്. ക്യാതറിന് അവളുടെ മകന്റെ ജീവനില്ലാത്ത ശരീരം മുന്നിലിട്ട് കൊടുത്ത് എനിക്ക് പ്രതികാരം ചെയ്യണം. അവര് വന്നെന്ന് തോന്നുന്നു. പെട്ടെന്ന് താഴെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മെർലിൻ എഴുന്നേറ്റു. എന്താ ജോ, ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത്? അവൾ കോണിപ്പടികൾ ഇറങ്ങി വരവേ ഹാളിൽ സോഫയിലിരിക്കുന്ന ദാവീദിനെയും മിറിയത്തിനെയും കണ്ടു ഞെട്ടി. ദാവീദും മിറിയവും ഒരുമിച്ച് മെർലിനെ നോക്കി. പിന്നാലെ വന്ന എലീന അവരെ നോക്കി. പെട്ടെന്നൊരു ഭയം തന്റെ നെഞ്ചിലൂടെ പാഞ്ഞുപോയത് അവൾ അറിഞ്ഞു. എന്താ, ആന്റിമാർ ഞങ്ങളെ കണ്ട് ഞെട്ടിയോ? മറിയം ചോദിച്ചു. എലീന ആന്റി വന്നിട്ടെന്താ ഏതൻ ഹൗസിലേക്ക് വരാതിരുന്നത്? ദാവീദ് എലീനയെ നോക്കി. അതിനെന്താ, റിബേക്കയും ജോനത്താനും ഉണ്ടല്ലോ അവിടെ. മറിയം ചിരിച്ചു. എന്താ ഞങ്ങൾ വന്നിട്ട് കുടിക്കാനൊന്നും തരാത്തത്? ഞങ്ങൾ ആരൊക്കെയാണെന്ന് അറിയില്ലേ? മെർലിൻ കോണിപ്പടികൾ ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക് പോയി. ജോയോ ഇവയോ പറഞ്ഞില്ല ആന്റി വന്നത്. മറന്നുപോയി കാണും ദാവി. നാനൂനെ കാണാതെ ആയതിൽ നമ്മളെക്കാൾ സങ്കടം അവർക്കല്ലേ? മെറിയം എലീനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നാനൂനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ദാവീദ്? എലീന ചോദിച്ചു. അപ്പോഴേക്കും മെർലിൻ 2 ഗ്ലാസ്സിൽ ജ്യൂസ് കൊണ്ടുവന്നു. ദാവീദും മെറിയവും ഓരോ ഗ്ലാസ് എടുത്തു. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഈ മിൽക്ക് വിഷ്വായിൽ നാനു ഉണ്ടെന്ന്. ഇവിടെയോ? മെർലിൻ ചോദിച്ചു. ഇവിടെ എങ്ങനെ? ഉണ്ടെങ്കിൽ തന്നെ പോലീസെല്ലാം അന്വേഷിച്ചതല്ലേ? പോലീസ് കാണാത്തത് പലതും ഇവിടെ ഉണ്ടല്ലോ ആന്റി. മെറിയം എഴുന്നേറ്റു. കോണിപ്പടിയുടെ അടുത്ത് വന്ന് നിന്ന് മുകളിലേക്ക് നോക്കി. നാനു! മെറിയം ഉറക്കെ വിളിച്ചു. മമ്മ! നാനു വിളി കേട്ടു. നാനുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ദാവീദ് എഴുന്നേറ്റു. കേട്ടില്ലേ എന്റെ മോൾ എവിടെയെന്ന്? മെറിയം അവരെ നോക്കിക്കൊണ്ട് പടികൾ കയറി. പിന്നാലെ ദാവീദും. ആ മുറിക്ക് മുന്നിൽ മെറിയം നിന്നു. അതാ നമ്മുടെ മോള്. മെറിയം അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. മമ്മ! അവൾ ഓടി വന്നെങ്കിലും പുറത്തേക്കിറങ്ങാനായില്ല. എവിടെ മെറിയം? എനിക്ക് കാണുന്നില്ല. ദാവീദ് പറഞ്ഞു. മെറിയം നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ കയ്യിൽ പിടിച്ചു. നോക്ക് ദാവീദ്. മെറിയം പറഞ്ഞപ്പോൾ അവൻ അകത്തേക്ക് നോക്കി. നാനു! കുഞ്ഞിനെ കണ്ടപ്പോൾ ദാവീദ് ഉറക്കെ വിളിച്ചു. അബ്ബാ, അബ്ബാ വായോ! നാനു പറഞ്ഞു. റൂമിലേക്ക് കടക്കാൻ പോയതും മെറിയം ദാവീദിനെ തടഞ്ഞു. പഗ്, നാനു! നിനക്കകത്ത് കയറാനാകില്ല ദാവി. ഈ കടമ്പ കടക്കാൻ എനിക്ക് കഴിയൂ. നീ താഴേക്ക് പോ. മെറിയം! ദാവീദ് അവളെ നോക്കി. പ്ലീസ്. ദാവീദ് കോണിപ്പടികൾ ഇറങ്ങിപ്പോയി. മെറിയം നാനുവിനെ നോക്കി. മമ്മ വായോ! ഇപ്പൊ വരാം. മോള് കണ്ണടച്ച് നിൽക്ക്. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. നാനു മോളി. മമ്മ പറയാതെ കണ്ണു തുറക്കല്ലേ. ഇല്ല. നാനു പാവക്കുട്ടിയെ താഴെ വെച്ച് കണ്ണുകൾ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. മെറിയം കണ്ണുകൾ അടച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്തി. പുറത്ത് കാറ്റ് ആഞ്ഞു വീശി. ജനവാതിലുകൾ പൊളിഞ്ഞ് കറുത്ത പുക മെറിയത്തിന്റെ ഉയർത്തിപ്പിടിച്ച കൈകൾക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. അവൾ കൈകൾ താഴ്ത്തി കണ്ണുകൾ തുറന്ന് വാതിലുകളിലേക്ക് നോക്കി കൈകൾ നീട്ടിയതും ഭൂമിയിലിറങ്ങി ഇടിവെട്ടി. ദാവീദ്! മെറിയം വിളിച്ചപ്പോൾ ദാവീദ് കോണിപ്പടികൾ കയറി വന്നു. നാനൂനെ എടുത്തോ ദാവി? ദാവീദ് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത് ഉമ്മകൾ കൊടുത്തു. നാനു തിരിച്ചു. മെറിയം അത് നോക്കി നിന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദാവീദ് നാനൂനെ കൊണ്ട് പുറത്തു വന്നു. മമ്മ! നാനു മെറിയത്തിന്റെ അടുത്തേക്ക് ചാഞ്ഞെങ്കിലും അവൾ കുഞ്ഞിനെ വാങ്ങിയില്ല. മമ്മ, നാനൂനെ എടുക്ക്. മോളെ എടുക്ക് മെറിയം. ഇല്ല, എനിക്ക് കഴിയില്ല. മമ്മ, നാനൂനെ എടുക്ക്. നാനു കൈ നീട്ടിയപ്പോൾ മെറിയം ദാവീദിനെ നോക്കി. മമ്മ മോളെ എടുക്കും. മമ്മയ്ക്ക് ഫീവറാണ്.
അതാ മോളെ എടുക്കാത്തെ. ദാവീദ് കള്ളം പറഞ്ഞു. പറ്റില്ല, മമ്മ നാനൂനെ എടുക്ക്. നാനു വാശി പിടിച്ചപ്പോൾ മറിയം കോണിപ്പടികൾ ഓടിയിറങ്ങി. പിന്നാലെ ദാവീദ് കുഞ്ഞിനെ എടുത്ത് വരുന്നത് കണ്ട് എലീനയും മെർലിനും പരസ്പരം നോക്കി. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചു, ഇനി നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. മറിയം പുറത്തേക്ക് പോയി. മക്കള് രണ്ടും മരണം കാത്ത് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അമ്മമാരെ കാത്തിരിക്കുന്നുണ്ട്. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കേ. ദാവീദ് നാനുവിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. വഴിയിലെല്ലാം നാനു കരഞ്ഞെങ്കിലും മറിയം കുഞ്ഞിനെ നോക്കിയില്ല. മറിയം, മോള് കരയുന്നു, നീയൊന്ന് അവളുടെ കൈയെങ്കിലും പിടിക്കേ. ഇല്ല ദാവി, നീയും മോളും ഇപ്പോ എനിക്ക് അന്യരാണ്. ഞാനിപ്പോ സാത്താന്റെ സന്തതിയും, നിങ്ങൾ വിശുദ്ധ ഏതന്മാരാണ്. അല്ല, നീ നാനുവിന്റെ മമ്മയാണ്. അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. മമ്മ നാനൂനെ എടുക്ക്. നാനു കരഞ്ഞു. മറിയം പെട്ടെന്ന് കാറ് നിർത്തി നാനുവിനെ നോക്കി. മമ്മ എടുക്കാം. മമ്മയുടെ ഫീവർ മാറിയിട്ട്, അല്ലെങ്കിൽ മോൾക്ക് ഫീവർ വരും, ഇഞ്ചക്ഷൻ വെക്കും. മോൾ കരയണ്ട, നാനു നല്ല കുട്ടിയല്ലേ, ഗുഡ് ഗേൾ അല്ലേ നാനു. മമ്മയുടെ ഫീവർ മാറിയിട്ട് മമ്മ എടുക്കാം കേട്ടോ. നാനു തലയാട്ടി ദാവീദിന്റെ നെഞ്ചിൽ തലവെച്ച് മറിയത്തെ നോക്കിക്കിടന്നു. ദാവീദ് തന്റെ കൈകൊണ്ട് നാനുവിനെ കെട്ടിപ്പിടിച്ചു. മറിയം നാനു കാണാതെ കണ്ണു തുടച്ച് കാർ സ്റ്റാർട്ട് ചെയ്തു. ദാവീദിന്റെ നെഞ്ചിൽ കിടന്ന് നാനു ഉറങ്ങി. മമ്മ. നാനു ഉറക്കത്തിൽ മെല്ലെ വിളിച്ചു. മറിയം കാറ് നിർത്തി മുഖം പൊത്തിക്കരഞ്ഞു. മറിയം, ദാവീദ് വിളിച്ചു. എന്തൊരു ജന്മോ ആ ദാവി എന്റേത്. എന്റെ മോളെ ഒന്ന് തൊടാൻ പോലും പറ്റാതെ പാവം എന്റെ മോള് കരഞ്ഞുറങ്ങി. ദാവീദ് നോക്കി നിൽക്കെ മറിയത്തിന്റെ കണ്ണുനീർ വറ്റി. എന്നെ ഈ അവസ്ഥയിലാക്കിയവരെ, എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. മറിയം കാർ സ്റ്റാർട്ട് ചെയ്തു. അവരറിയാതെ അവർക്ക് പിന്നാലെ മെർലിനും എലീനയും ഉണ്ടായിരുന്നു. അവർ പോകുന്നത് ഏതൻ ഹൗസിലേക്കല്ലല്ലോ, എലീന പറഞ്ഞു. അവർക്ക് പിന്നാലെ തന്നെ പോകാം, നമ്മുടെ മക്കളെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും. മെർലിൻ കാറിന്റെ സ്പീഡ് കൂട്ടി. കാറിൽ നിന്നിറങ്ങിയതും മറിയം അകത്തേക്ക് വേഗം പോയി. പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദാവീദ് അകത്തേക്ക് ചെന്നു. നാനു! ആരോൺ എഴുന്നേറ്റ് വന്നു. നാനൂസേ. ആര്യൻ ഉറങ്ങുന്ന കുഞ്ഞിന്റെ മുടിയിൽ തലോടി. മുകളിൽ നിന്ന് റിബേക്കയുടെ അലർച്ച കേട്ടപ്പോൾ എല്ലാവരും മുകളിലേക്ക് നോക്കി. ആര്യ, നീ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്ത്. ആര്യന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച് ദാവീദ് കോണിപ്പടികൾ ഓടിക്കയറി. അവൻ എത്തുമ്പോൾ മറിയത്തിന്റെ കൈവിരലുകളിൽ നിന്നും പോകുന്ന വെളിച്ചം റിബേക്കയുടെ ശരീരത്തിൽ പൊതിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ദാവി, എന്നെ രക്ഷിക്ക്. അവൾ അലറിക്കരഞ്ഞു. മറിയം! ദാവീദ് വിളിച്ചപ്പോൾ മറിയം ദേഷ്യത്തോടെ അവനെ നോക്കി. മറിയത്തിന്റെ കണ്ണുകളിൽ കറുപ്പ് നിറഞ്ഞതവൻ കണ്ടു. ദാവി, എന്നെ രക്ഷിക്ക് ദാവി, എനിക്ക് വേദനിക്കുന്നു. ദാവീദ് ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. റിബേക്കയുടെ കരച്ചിൽ ആ മുറിക്ക് അപ്പുറം പോയില്ല. നിന്നെ ആരും രക്ഷിക്കില്ല റിബേക്ക, ദാവീദ് പോലും. ഇത് എസ്തറിന്റെ ശിക്ഷയല്ല, ഒരു അമ്മയുടെ ശിക്ഷയാണ്. എന്റെ ഹൃദയം എരിയുന്നതിന്റെ വേദന നീയും അറിയണം. മറിയത്തിന്റെ മുഖത്ത് പക നിറഞ്ഞു. എലീനയും മെർലിനും കാറിൽ നിന്നിറങ്ങി. അവർ മെല്ലെ ആ വീട്ടിലേക്ക് നടന്നു. വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവർ അകത്തേക്ക് കയറിയതും ആരോൺ വാതിലടച്ചു. വെൽക്കം ആന്റിമാർ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. മക്കളെ കാണാൻ വന്നതാകും അല്ലേ? ആര്യൻ ചോദിച്ചു. മക്കളൊക്കെ ഇവിടെയുണ്ട്. റിബേക്ക മുകളിലെ നിലയിലും ജോനഥാൻ ദേ ആ റൂമിലും. അത് കേട്ടപ്പോൾ മെർലിൻ ആ റൂമിലേക്ക് ഓടിക്കയറി. ജോ, മമ്മ എങ്ങനെ ഇവിടെ? റിബേക്ക എവിടെ? ഇവിടെ ഉണ്ട്. മറിയം വാതിൽക്കൽ നിന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ അവളെ ദാവീദും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ 4 ശത്രുക്കളും ഇപ്പോൾ ഞങ്ങളുടെ കൺമുന്നിലുണ്ട്. നിങ്ങൾ കൊണ്ടുപോയ എന്റെ കുഞ്ഞും ഇവിടെയുണ്ട്. അത് കേട്ടപ്പോൾ ജോനഥാൻ മെർലിനെ നോക്കി. മോളെ ഇവാ. എലീന അവളുടെ അടുത്തേക്ക് ചെന്നു. മമ്മ, എനിക്ക് എന്റെ ദേഹം ആകെ പൊള്ളുന്നു മമ്മ. റിബേക്ക കരഞ്ഞു. എന്നെ രക്ഷിക്കും മമ്മ. ഇതെന്താ മോളെ? ശിക്ഷ. ശബ്ദം കേട്ട് എലീന നോക്കിയപ്പോൾ ദാവീദായിരുന്നു. ശിക്ഷ, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതിനുള്ള ശിക്ഷ. ദാവീദ് മോനെ, അത് ജോനഥാന്റെ പ്ലാനായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ ന്യായീകരണങ്ങൾ നിരത്താനാകുന്നു? മോനെ, ഇത് നിന്റെ ഇവയല്ലേ, നിന്റെ കൂട്ടുകാരി? അതെ, പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവളിൽ ഉറങ്ങിക്കിടക്കുന്ന വിഷം. എന്തും ഞാൻ സഹിച്ചേനെ. പക്ഷേ ഇവളും നിങ്ങളുമെല്ലാം തൊട്ട് കളിച്ചത് എന്റെ കുഞ്ഞിനെയാണ്. എന്റെ മോളെ തൊട്ട് കളിച്ചവരോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ സൗഹൃദം, സ്നേഹം ഒക്കെ മുതലെടുത്തത് ഇവളല്ലേ?
എന്നിൽ നിന്ന് ഒരു കരുണയും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ നടക്കുന്നത് എന്തും നിയന്ത്രിക്കുന്നത് മറിയമാണ്. മറിയം മാത്രം. രാത്രി നേരമേറെയായി. ജോനഥാനും മെർലിനും റിബേക്കയും എലീനയും പ്രാർത്ഥനയിലായിരുന്നു. ദാവീദ് ബെഡിൽ ഉറക്കമായിരുന്ന നാനുവിനെ നോക്കിയിരുന്നു. ഇരുവരെ നോക്കി വാതിൽക്കൽ നിന്ന് നോക്കുകയായിരുന്നു മറിയം. മമ്മ. നാനു ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന് തിരിഞ്ഞു കിടന്നു. മെല്ലെ കൈകൊണ്ടവൾ ബെഡിൽ തൊട്ടുനോക്കി മറിയത്തെ തിരഞ്ഞു. മമ്മ, മമ്മ. നാനു ഉറക്കത്തിൽ ചിണങ്ങാൻ തുടങ്ങിയപ്പോൾ ദാവീദ് അവളുടെ കയ്യിൽ മെല്ലെ തട്ടിക്കൊടുത്തു. എല്ലാം കണ്ട് മറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നാനു ഉറക്കമായപ്പോൾ ദാവീദ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. എന്നത്തെയും പോലെ ഒരു ഉറക്കം കഴിഞ്ഞ് നിന്റെ മേലെ കയറിക്കിടക്കാൻ നിന്നെ തിരിഞ്ഞു നോക്കിയതാ. മറിയം നാനുവിനെ നോക്കി മൂളി. മോളുടെ അടുത്ത് ഇരുന്നൂടെ നിനക്ക്? ഇല്ല ദാവി, അവൾ അത്രയും പരിശുദ്ധയാണ്. ഞാൻ കറുപ്പും. വേണ്ട. ശരി, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ മറിയം. നിന്റെ ഉള്ളുരുകുന്നത് എനിക്കറിയാം. വേണ്ട. ഒരാഗ്രഹമുണ്ട്. ഇതിൽ മറിയം ജീവൻ വെടിയുന്നെങ്കിൽ നിന്റെ കൈകൊണ്ടാകണം. മറിയം അവന്റെ മുന്നിൽ കൈകൂപ്പിയതും പൊടുന്നനെ ഇടിമിന്നൽ ഭൂമിയിൽ പതിച്ചതും അതിനൊപ്പം ഭൂമിയൊന്ന് കുലുങ്ങിയതും ഒരുമിച്ചായിരുന്നു. മറിയം കോണിപ്പടികൾ ഇറങ്ങി താഴെ ചെന്നപ്പോൾ ഹാളിൽ നിറയെ കറുത്ത പുകയായിരുന്നു. എസ്തേർ! വിളി കേട്ട് അവൾ ചുറ്റും നോക്കി. ഞാൻ നിന്റെ ദൈവം. എന്റെ അനുയായികളെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കൂ. ഹാളിലെ ഇരുട്ടിലേക്ക് മറിയവും പിന്നിൽ ദാവീദും നോക്കി നിന്നു. എസ്തേർ, ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ? ഇല്ലെങ്കിൽ ശിക്ഷ കഠിനമാകും. നീ എന്തു ചെയ്യുമെന്നാ? ദാവീദ് ചോദിച്ചു. മറിയം എന്റെ ഭാര്യയാണ്, ദൈവപുത്രനായ ദാവീദ് നഥാനേതന്റെ. ദൈവപുത്ര, എങ്കിൽ ഇത് നീ കേൾക്കുക. നിന്റെ കുഞ്ഞിനെ കാണാതെയായപ്പോൾ ഇവൾ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചത് എന്നോടാണ്. കാരണം നിന്റെ കണ്ണിൽ നിന്ന്, നിന്റെ ശക്തികളിൽ നിന്ന് കുഞ്ഞ് മറഞ്ഞിരിക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്റെ കൈകളാണെന്ന് ആർക്കറിയില്ലെങ്കിലും ഇവളിലെ എസ്തേറിനറിയാം. ഇപ്പോൾ ഇവൾ സാത്താന്റെ സന്തതിയായ ആ പഴയ എസ്തേറാണ്, ഇരുണ്ട ഭൂമിക്കായി ഞാൻ നൽകിയ രാജകുമാരി. ഇവളിലൂടെ നിന്റെ വംശം ഇല്ലാതെയാകൂ എന്നെനിക്കറിയാമായിരുന്നു. അതിനാണ് മിറയെ മാറ്റിക്കിടത്തി ഞാൻ എസ്തേറിനെ ഇരുണ്ട ഭൂമിയിലെത്തിച്ചത്. എസ്തേർ, ഇന്ന് വരെ ഇവളുടെ ദൈവമായ എനിക്ക് പോലും പിടിതരാത്ത സ്വഭാവം. വിരൽ തുമ്പിലുണ്ടായിരുന്ന വിശുദ്ധ രക്തത്തെ ബലിതരാതെ സ്വയം ബലിയായവൾ. എന്തുകൊണ്ട് എസ്തേർ നീ എനിക്ക് ഇമ്മാനുവലിന്റെ രക്തം ബലി തന്നില്ല? ഇമ്മാനുവൽ എന്റെ പ്രാണനായതുകൊണ്ട്, എന്റെ സിരകളിൽ ഓടുന്ന രക്തത്തിൽ അവന്റെ പ്രണയം അലിഞ്ഞു പോയതുകൊണ്ട്. പക്ഷേ ഇന്ന് നിന്റെ ഇമ്മാനുവൽ രക്ഷപ്പെടില്ല, നിന്റെ കുഞ്ഞും. ഇവർക്കു വേണ്ടി മരിക്കാൻ നിനക്കും കഴിയില്ല എസ്തേർ. ഇന്നെന്റെ ദിവസം അല്ല, നമ്മുടെ ദിവസം. മറിയം! ദാവീദ് അവളുടെ കയ്യിൽ പിടിച്ചു. മറിയമല്ല, എസ്തേർ. അവൾ ദാവീദിന്റെ കൈ തട്ടിമാറ്റി പിന്നിലേക്ക് നടന്നു. ഇരുണ്ട ഭൂമിയുടെ രാജകുമാരിയായ എസ്തേർ, സാത്താന്റെ സന്തതിയായ എസ്തേർ. അവൾ ഉറക്കെ അലറി. അല്ല, നീ എന്റെ ഭാര്യയാണ്, എന്റെ മറിയം. അങ്ങനെ എന്നെ വിളിക്കരുത്. ഞാനിപ്പോൾ മറിയമല്ല, അവളുടെ രൂപമേ ഇപ്പോൾ എനിക്കുള്ളൂ. ഞാനിപ്പോൾ എല്ലാം കൊണ്ടും എസ്തേറാണ്, ദാവീദിന്റെ മറിയം. എസ്തേർ എത്രത്തോളം കളങ്കിതയാണോ അതിനേറെ പരിശുദ്ധയാണവൾ. ഇനി ആ മറിയത്തിലേക്ക്, നിന്റെ മറിയത്തിലേക്ക് എനിക്ക് മടങ്ങി വരാനാകില്ല ദാവീദ്. ഞാനിപ്പോൾ എസ്തേറാണ്, ഇമ്മാനുവലിന്റെ എസ്തേർ. ആ എസ്തേർ പാപിയായിരുന്നു. അതുകൊണ്ട് എന്നെ ഇനി മറിയമെന്ന് വിളിക്കരുത്. എസ്തേർ! ആ രൂപം അലറി. അവൾ തിരിഞ്ഞു നോക്കി. എന്റെ അനുയായികൾക്ക് നേരെയുള്ള ബന്ധനം പൊട്ടിച്ചെറിയൂ. ആ ബന്ധനം എന്റേതാണ് സാത്താൻ. അതഴിക്കാൻ സാത്താനോ എസ്തേറിനോ ആകില്ല. ദാവീദ് മറിയത്തിനെയും സാത്താനും ഇടയിൽ വന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സാത്താൻ പൊട്ടിച്ചിരിച്ചു. നീ ആ ബന്ധനം അഴിക്കും, കാണണോ? ആ കറുത്ത പുക ഒരു രൂപം പ്രാപിച്ച് മറിയത്തെ ചുറ്റിവരിഞ്ഞു. മറിയത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തം പൊടിയുന്നത് ദാവീദ് കണ്ടു. എങ്കിലും മറിയം കരഞ്ഞില്ല. പക്ഷെ വേദന മൂലം അവളുടെ കണ്ണുകൾ നിറഞ്ഞത് ദാവീദ് കണ്ടു. അവളുടെ ശരീരത്തിൽ വെച്ച് തന്നെ ആ രൂപം ഒരു കരിനാഗമായി മാറി അവളുടെ കഴുത്തിനോട് പത്തി ചേർത്ത് വെച്ചു. ആ ബന്ധനം പൊട്ടിച്ചെറിയൂ ദൈവപുത്ര! 4 ഭാഗത്ത് നിന്നും ശബ്ദം പുറത്തേക്ക് വന്നു. ഇല്ലെങ്കിൽ നിന്റെ എസ്തേർ അല്ല, മറിയം വെറും ചാരം. നോ! ദാവീദ് അലറി. വേണ്ട ദാവി, അവരെ വെറുതെ വിടരുത്. മറിയം ഉറക്കെ പറഞ്ഞു. ദൈവപുത്ര, നിന്റെ പ്രാണൻ എന്റെ കൈകളിലാണ്. നീ എനിക്കെതിരെ എന്ത് ശക്തി പ്രയോഗിച്ചാലും ഇവൾക്കും അതേൽക്കും.
ആ രൂപം ഉറക്കെ ചിരിച്ചു. ആലോചിച്ച് തീരുമാനമെടുക്ക് ദൈവപുത്ര. ശബ്ദം കേട്ട് ആരോണും ആര്യനും ഓടി അവിടേക്ക് വന്നു. സെറാ! ആരോൺ ഓടിവരാൻ നിന്നതും ദാവീദ് അവന്റെ കൈ പിടിച്ചു. ആരോൺ ദാവീദിനെ നോക്കി. ദാവീദ് കണ്ണുകൾ അടച്ചു നിന്നു. ആ മുറികൾക്കുള്ള ബന്ധനം പൊട്ടിച്ചെറിഞ്ഞു. വരൂ എന്റെ പ്രിയ അനുയായികളെ! സാത്താന്റെ ശബ്ദം കേട്ടതും ജോനഥാനും മെർലിനും എലീനയും റിബേക്കയും ഓടി വന്നു. മറിയത്തെ ചുറ്റിവരിഞ്ഞ് നിൽക്കുന്ന സാത്താനെ കണ്ടപ്പോൾ റിബേക്കയുടെ ചുണ്ടിന്റെ കോണിൽ പ്രതികാരത്തിന്റെ ചിരി വിടർന്നു. എസ്തേർ, നീയാണ് ഇരുണ്ട ഭൂമിയുടെ രാജ്ഞി, ഇവരുടെ സാത്താൻ പുത്രി. അതുകൊണ്ട് ഇവർക്കൊപ്പം നിന്ന് ദൈവപുത്രനെയും എന്നെയും ഇല്ലാതെയാക്കാൻ ജനിച്ച ആ ദൈവസന്തതിയെയും ഇല്ലാതെയാക്കുക. അതിന് ഇവർ നിനക്ക് കൂട്ടായി നിൽക്കുന്നതാണ്. മനസ്സിൽ നീ ഇപ്പോഴും നിന്റെ ദൈവപുത്രന്റേതാണ്. അത് മാറ്റുക. സാത്താൻ അവളെ വിട്ടുമാറി 2 ഭാഗങ്ങളായി മാറി. ഒന്ന് ജോനഥാന്റെയും മറ്റേത് റിബേക്കയുടെയും ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അവർ മെറിയത്തിന് പിന്നിലായി വന്നു നിന്നു. മെറിയം ദാവീദിനെ നോക്കി. എന്നോട് ക്ഷമിക്കൂ ഇമ്മാനുവൽ, അവൾ മനസ്സിൽ പറഞ്ഞു. എന്തിന് എസ്തേർ? നീ സാത്താന്റെ സന്തതിയായിരിക്കെ ഇമ്മാനുവലിനെ സ്നേഹിച്ചവളാണ്. ഞാൻ നിന്റെ ഇമ്മാനുവലാണ് എസ്തേർ. നീ സ്നേഹിക്കുന്ന ഇമ്മാനുവൽ. ഇരുണ്ട ഭൂമിയുടെ രാജ്ഞി എന്ന പദവി എനിക്കായി വേണ്ടെന്ന് വെച്ച് എന്റെ കൂടെ വന്നവളാണ് നീ. നിനക്കെനിക്കെതിരെ നിൽക്കാനാകില്ല. വരൂ എസ്തേർ, എന്റെ അടുത്തേക്ക് വരൂ. ദാവീദ് മനസ്സിൽ അവളെ വിളിച്ചു. ഇല്ല ഇമ്മാനുവൽ, ഇനി എനിക്ക് മടങ്ങി വരവില്ല. വരാൻ നിനക്ക് കഴിയും. ഇല്ല ഇമ്മാനുവൽ, എന്നോട് ക്ഷമിക്കൂ. അവൾ കൈകൾ ഉയർത്തി. ആകാശത്ത് നിന്ന് ഇടിമിന്നലുകൾ അവളുടെ വിരലുകളുടെ തുമ്പിൽ വന്ന് നിന്നതും അവൾ അത് ദാവീദിന് നേരെ നീട്ടി. അവളുടെ വിരലുകളിൽ നിന്നും വന്ന വെളിച്ചത്തെ ദാവീദ് തന്റെ കൈ ഉയർത്തിക്കൊണ്ട് തടഞ്ഞു. തന്റെ കൈക്ക് തളർച്ച വരുന്നത് മെറിയം അറിഞ്ഞു. ദാവീദിന്റെ ശക്തിക്ക് മുന്നിൽ അധികം പിടിച്ചു നിൽക്കാൻ മെറിയത്തിന് കഴിഞ്ഞില്ല. ദാവീദിന്റെ കൈയിൽ നിന്നും പുറത്തേക്ക് വന്ന വെളിച്ചം അവളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ചുമരിന്മേൽ ചെന്നിടിച്ച് അവൾ നിലത്തേക്ക് വീണു. പുറത്ത് കാറ്റ് ആഞ്ഞു വീശി. ദാവീദ് ഓടിച്ചെന്ന് മെറിയത്തെ താങ്ങിയെടുത്ത് മടിയിൽ വെച്ചു. വരൂ എസ്തേർ, നിന്റെ ഇമ്മാനുവലാണ് വിളിക്കുന്നത്. നീ വന്നില്ലെങ്കിൽ ഞാൻ കരുതും എസ്തേർ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ഇമ്മാനുവൽ! മെറിയത്തിന്റെ കണ്ണിൽ ദേഷ്യം കത്തിയെരിയുന്നത് അവൾ കണ്ടു. പൊടുന്നനെ വന്ന കാറ്റ് ദാവീദിനെ തട്ടിത്തെറിപ്പിച്ചു. മെറിയം എഴുന്നേറ്റ് നോക്കുമ്പോൾ ജോനഥാൻ കൈ നീട്ടി നിൽക്കുന്നത് കണ്ടു. ജോനഥാൻ! മെറിയം ഓടിച്ചെന്ന് ജോനഥാന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്റെ ഇമ്മാനുവലിനെ തൊട്ടുപോകരുത്! എസ്തേർ! വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ദാവീദ് എഴുന്നേറ്റ് നിന്നു. മാറി നിൽക്ക്! ഇല്ല, മാറി നിൽക്കാൻ! ദാവീദ് മെറിയത്തെ പിടിച്ചു തള്ളി. തനിക്ക് നേരെ നിൽക്കുന്ന ദാവീദിനെ ജോനഥാൻ നോക്കി. മെറിയം 2 പേരെയും അപ്പുറം നിൽക്കുന്ന റിബേക്കയെ നോക്കി. പുറത്ത് ആഞ്ഞു വീശുന്ന കാറ്റ് അകത്തേക്ക് കടന്നുവന്നു. കാറ്റിൽ വീഴാതിരിക്കാൻ ആരോണും ആര്യനും കോണിപ്പടിക്ക് മേലെ പിടിച്ചു നിന്നു. അപ്പോൾ ഈ ദൈവപുത്രനെതിരെ നിങ്ങൾ 3 പേര് അല്ലേ? 2 പേര് സാത്താന്റെ അംശത്തോടെ ഇരുണ്ട ഭൂമിയുടെ യഥാർത്ഥ രാജ്ഞിയും രാജാവും. ഒരാൾ, അവൻ മെറിയത്തെ നോക്കി, സാത്താന്റെ പ്രിയപുത്രി, ഇരുണ്ട ഭൂമിയുടെ കർമ്മം കൊണ്ടുള്ള രാജ്ഞി എസ്തേർ. ദൈവപുത്രൻ ദാവീദ് ഇമ്മാനുവൽ ഏതൻ തനിച്ച്. അല്ലേ എസ്തേർ ഇമ്മാനുവൽ? ഞാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പമാണ് ഇമ്മാനുവൽ, അവൾ മനസ്സിൽ പറഞ്ഞു. ദാവീദിന്റെ മുഖത്തൊരു ചിരി വിടർന്നു. എങ്കിൽ ഇവിടെയുള്ള എല്ലാവരും കേട്ടോളൂ. ഈ നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുൻപ് സാത്താന്റെ സന്തതികൾ ഒന്നും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നതല്ല. ഈ ദാവീദ് ഇമ്മാനുവൽ നിങ്ങളുടെ എല്ലാം രക്തം ഈ കൈകൊണ്ടൊഴുക്കുന്നതാണ്. ദാവീദ് ഉറക്കെ പറഞ്ഞു. അതിന് ഞങ്ങൾ നിന്നെ സമ്മതിച്ചാലല്ലേ ദാവീദ്? ജോനഥാൻ പറഞ്ഞു. നീ ഒറ്റയ്ക്കാണ്, ഞങ്ങൾ 3 പേരും. ആര് പറഞ്ഞു ദാവീദ് ഒറ്റയ്ക്കാണെന്ന്? മെറിയം ദാവീദിന്റെ അടുത്ത് വന്നു നിന്നു. ദാവീദ് ഇമ്മാനുവൽ ഒറ്റയ്ക്കാകണമെങ്കിൽ ഈ മെറിയം എസ്തേർ മരിക്കണം, അല്ലേ ഇമ്മാനുവൽ? മെറിയം ദാവീദിനെ നോക്കി. ദാവീദ് ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇവൾ എന്റെ എസ്തേറാണ്, ഇമ്മാനുവലിന്റെ എസ്തേർ. എനിക്ക് വേണ്ടി വളർന്ന വംശത്തെയും പദവികളും വേണ്ടാന്ന് വെച്ച് എന്റെ സ്നേഹത്തെ വിശ്വസിച്ചു വന്നവൾ. ഇപ്പോൾ ഇവളുടെ കുഞ്ഞിനു വേണ്ടിയാണ് ഇവൾ വീണ്ടും എസ്തേറായത്. യഥാർത്ഥത്തിൽ എസ്തേറിനോളം വിശുദ്ധയായവൾ വേറെയില്ല. ഈ വിശുദ്ധി നിങ്ങൾക്ക് കാണാനും കഴിയില്ല. എസ്തേറിന്റെ വിശുദ്ധി ഇമ്മാനുവലിന്റെ മനസ്സിലാണ്. ഇവളെ ഇവളുടെ ദൈവവും നിങ്ങളും എത്ര സാത്താന്റെ സന്തതിയെന്ന് പറഞ്ഞാലും എസ്തേറിന്റെ സിരകളിൽ ഓടുന്ന രക്തം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ പ്രിയജനമായ യഹൂദന്മാരുടെയാണ്. നീ ചതിച്ചു, റിബേക്ക പറഞ്ഞു. നിന്റെ വംശത്തെ നീ ചതിച്ചു. നീ മാപ്പർഹിക്കുന്നില്ല എസ്തേർ. എന്റെ വംശമോ? ചതിയോ? ചതി
വഞ്ചന. മിറ, നിനക്ക് വേണ്ടി ഈ എസ്തേർ നഷ്ടപ്പെടുത്തിയത് സ്വന്തം ജീവിതമാണ്. ചതിയുടെ കണക്കുകൾ മാത്രമുള്ള ഒരു ജീവിതം ജീവിച്ച് മരിച്ച എന്നോട് നീ ചതിയെക്കുറിച്ച് പറയരുത്. ആ കണക്കിൽ ആദ്യത്തേത് എന്റെ ജന്മം. ഈ എസ്തേർ ജനിച്ചത് ഇമ്മാനുവലിൻ്റെതാകാനായിരുന്നു. പക്ഷേ എന്റെ കണ്ണുകൾ മിഴിഞ്ഞ് ഞാൻ ഈ ലോകം കാണുന്നതിന് മുൻപേ നിന്റെ സ്ഥാനത്തേക്ക് എന്നെയും എന്റെ സ്ഥാനത്തേക്ക് നിന്നെയും മാറ്റി. നിന്റെ യഥാർത്ഥ അബ്ബയും നിന്റെ ദൈവവും എന്നെ ചതിച്ചു. എന്നോടുള്ള ആദ്യത്തെ ചതി. എന്നെ സാത്താന്റെ സന്തതിയാക്കി ഇരുണ്ട ഭൂമിയാണ്, സാത്താനാണ് ശരിയെന്ന് പഠിപ്പിച്ചു. രണ്ടാമത്തെ ചതി, ഇമ്മാനുവൽ വിശുദ്ധേയത്തിനാണെന്ന് എന്നോട് പറയാതെ അടുത്ത ചതി. സ്വപ്ന ദർശനം നടത്തി എന്റെ ജീവനും എന്റെ കുഞ്ഞിന്റെ ജീവനും ഇല്ലാതെയാക്കിയത് അടുത്ത ചതി. എല്ലാം നിനക്ക് വേണ്ടി. നീ ഏതൻ കുടുംബത്തിൽ എത്താൻ വേണ്ടി. മരിച്ചപ്പോഴെങ്കിലും നീ എനിക്ക് സമാധാനം തന്നോ മിറ? ആരോടും മിണ്ടാതെ ഇമ്മാനുവലിനെ എസ്തേർ 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 എന്ന് പറഞ്ഞ് അവന്റെ ജീവിതത്തിലേക്ക് വന്നു കേറിയില്ലേ നീ? അന്ന് നിനക്ക് ജയിക്കാൻ ഈ എസ്തേറിന്റെ പേര് വേണമായിരുന്നു. എസ്തേറിനെ ചതിച്ചവരെയെല്ലാം എസ്തേർ ഇപ്പോൾ ചതിച്ചു. നിങ്ങളെപ്പോഴും എന്തിന് ഞങ്ങളിൽ നിന്ന് നേരിന്റെ വഴി ആഗ്രഹിക്കണം? ചതിക്ക് മറുപടി ചതി തന്നെയാണ് ജോനഥാൻ. പ്രത്യേകിച്ച് എന്നിൽ നിന്ന് നിങ്ങൾ ഒരു തരത്തിലും ദയ പ്രതീക്ഷിക്കരുത്. നിങ്ങളെല്ലാം കരുതി എസ്തേർ ഇമ്മാനുവലിനെതിരെ നിൽക്കുമെന്ന്, അല്ലേ? അവൾ ചിരിച്ചു. എനിക്കറിയാം ദാവീദിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാനാകില്ലെന്ന്. പക്ഷേ ദാവീദിന്റെ ഒപ്പം എനിക്ക് നിൽക്കാം. എന്നിൽ അവശേഷിക്കുന്ന ഒരേ ഒരു നന്മ ഇമ്മാനുവൽ മാത്രമാണ്. അവനോടുള്ള എന്റെ പ്രണയമാണ്. അതുകൊണ്ട് ആ നന്മയ്ക്കൊപ്പം ഈ തിന്മയുടെ രാജ്ഞി നിൽക്കുന്നു. അവൾ കണ്ണുകൾ അടച്ചു. പുറത്തു നിന്ന് കാറ്റ് സർപ്പം കണക്കെ ആകാശത്തേക്ക് വന്ന് അവരുടെ വിരൽത്തുമ്പിൽ നിന്നു. എങ്കിൽ എസ്തേർ, ഈ രാത്രി സാക്ഷ്യം വഹിക്കുക തിന്മയുടെയും യുദ്ധത്തിനാണ്. ജോനഥാൻ കണ്ണുകൾ അടച്ചു. റിബേക്കയും. ജോനഥാനിൽ നിന്നും റിബേക്കയിൽ നിന്നും പുറത്തു വന്ന കരിനാഗങ്ങൾ എസ്തേറിന്റെ ശരീരത്തിലൂടെ എഴഞ്ഞുകയറി. അവൾ അപ്പോഴും കണ്ണുകൾ അടച്ചു നിൽക്കുകയായിരുന്നു. ആര്യനും ആരോണും പേടിയോടെ മിറിയത്തെ നോക്കി നിന്നു. അവർ കണ്ണുകൾ തുറന്നതും നാഗങ്ങൾ അപ്രത്യക്ഷമായി. മിറിയം അവനെ നോക്കി ചിരിച്ചു. ജോനഥാൻ, ഇത് എസ്തേറാണ്. ഇരുണ്ട ഭൂമിയിൽ ജീവിച്ച എസ്തേർ. എസ്തേറിനെ പൂട്ടണമെങ്കിൽ നീ ഇതിലും വലിയ അടവ് പഠിച്ചിട്ട് വാ. അവൾ കൈകൾ വീശിയതും ജോനഥാന്റെ കഴുത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് ചാടി. ജോ! റിബേക്ക ചെന്ന് ജോനഥാനെ പിടിച്ചു. വാ റിബേക്ക, എസ്തേർ വിളിച്ചപ്പോൾ റിബേക്ക ദേഷ്യത്തോടെ അവളെ നോക്കി. എസ്തേർ, നിനക്ക് ഈ മിറയെ അറിയില്ല. ഇല്ല, അറിയിച്ച് താ മിറ. അതിനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. റിബേക്ക മിറിയത്തിന് നേരെ നിന്നു. ആ ജന്മത്തിലും ഈ ജന്മത്തിലും എന്റെ എതിരാളി. എന്നിൽ നിന്ന് ഈ ഇമ്മാനുവലിനെ രക്ഷിക്കുന്നവൾ, തട്ടിയെടുക്കുന്നവൾ. പക്ഷെ ഇത്തവണ നീ തോറ്റല്ലോ എസ്തേർ. റിബേക്ക ഉറക്കെ ചിരിച്ച് കണ്ണുകൾ അടച്ച് തുറന്നതും അവളുടെ കണ്ണുകളിൽ കറുപ്പ് നിറഞ്ഞത് മിറിയം കണ്ടു. മിറ, ഇരുണ്ട ഭൂമിയുടെ യഥാർത്ഥ രാജ്ഞി ഇതാ. നിന്നിൽ നിന്ന് സാത്താന്റെ എല്ലാ ശക്തിയും തിരിച്ചു വാങ്ങുന്നു. മിറ അവളുടെ ചൂണ്ടുവിരൽ മിറിയത്തിന് നേരെ നീട്ടിയതും മിറിയത്തിന്റെ ശരീരത്തിൽ നിന്ന് കറുത്ത പുക ഉയർന്നു. വേണ്ട! എസ്തേർ വേദനയോടെ അലറി. അവളുടെ ശരീരത്തിൽ നിന്നും രക്തം പൊടിഞ്ഞു തുടങ്ങി. അത് ചെന്ന് റിബേക്കയിൽ ചെന്ന് ചേർന്നു. മിറിയം തന്റെ കൈകളിലേക്ക് നോക്കി. എസ്തേർ, നീ ഇപ്പോൾ വെറുമൊരു പെണ്ണാണ്. നിനക്കൊരു ശക്തിയുമില്ല, ഒരു പദവിയുമില്ല. വെറുമൊരു പെണ്ണ്. നീ ഇത്രയും നേരം അഹങ്കരിച്ചിരുന്ന ഇരുണ്ട ഭൂമിയുടെ യാതൊരു അംശവും ഇപ്പോൾ നിന്നിലില്ല. നിനക്ക് ആ ശക്തികൾ തന്നിരുന്ന ആ ദൈവം തന്നെ അതെല്ലാം തിരിച്ചെടുത്തു. ഇനി നീ എന്റെ മുന്നിൽ നിന്ന് അഹങ്കരിക്കേ. റിബേക്ക ജോനഥാനെ നോക്കിയപ്പോൾ അവന്റെ കഴുത്തിലെ മുറിവുകൾ ഉണങ്ങി. ജോനഥാൻ എഴുന്നേറ്റ് എസ്തേറിന് മുന്നിൽ വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ശക്തികൾ കൈയടക്കി വെച്ച് നീ ദൈവപുത്രനെ ചാരപ്പണി നടത്തേണ്ട എസ്തേർ. ജോനഥാൻ ഉറക്കെ ചിരിച്ചു. ഇന്നിവിടെ പല കണക്കുകൾ തീരാനുള്ളതാണ് നിന്റെ ദൈവപുത്രന്റെ രക്തം കൊണ്ട്. അതിനി എസ്തേർ ആദ്യം മരിക്കണം ജോനഥാൻ. നിന്റെ ഇഷ്ടം പോലെ എസ്തേർ. ജോനഥാൻ മറ്റേ കൈകൊണ്ട് മിറിയത്തിന്റെ കഴുത്തിൽ പിടിക്കാൻ പോയതും അവന്റെ കാലിന്മേൽ മറ്റൊരു കൈ വന്നു വീണു. ദാവീദിന്റെ. അത് നടക്കാൻ ഈ ദാവീദ് സമ്മതിക്കില്ലല്ലോ ജോനഥാൻ. അവൻ ജോനഥാനെ പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ട് ജോനഥാന്റെ കൈ പിന്നിലേക്ക് തിരിച്ചു പിടിച്ചോടിച്ചു. വേദന കൊണ്ട് ജോനഥാൻ അലറി. മിറിയം അപ്പോഴും റിബേക്കയെ നോക്കി നിൽക്കുകയായിരുന്നു. ജോ! റിബേക്ക അവന്റെ അടുത്തേക്ക് ഓടാൻ നിന്നതും മിറിയം അവളുടെ കൈ പിടിച്ചു. അവരുടെ കണക്ക് അവര് തീർക്കട്ടെ, നമ്മുടെ കണക്ക് നമുക്ക് തീർക്കാം മിറ. മിറിയം ചിരിച്ചു. എസ്തേർ, ഇപ്പോൾ നീ എനിക്ക് മുന്നിൽ വെറും പുഴുവാണ്. വെറും പുഴു. ഈ കാലുകൾ കൊണ്ട് ഞെരിച്ചാൽ പ്രാണൻ പോകുന്ന വെറുമൊരു പുഴു. എങ്കിൽ ഈ സംസാരം നിർത്തി ശ്രമിക്കുമിറ. മിറിയം ഹാളിലുണ്ടായിരുന്ന സോഫയിലേക്കിരുന്നു. റിബേക്ക കൈകൾ ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കൈകൾക്ക് മുകളിൽ തീജ്വാല നിൽക്കുന്നുണ്ടായിരുന്നു.
റിബേക്ക സോഫയിലിരിക്കുന്ന മെറിയത്തെ നോക്കിയപ്പോൾ ആ തീ അവൾക്ക് നേരെ പാഞ്ഞെങ്കിലും അത് കെട്ടുപോയി. മെറിയം അവളെ നോക്കി ചിരിച്ചു. കഴിഞ്ഞോ റിബേക്ക? മെറിയത്തിന്റെ ചിരി കണ്ടപ്പോൾ റിബേക്ക വീണ്ടും അവൾക്ക് നേരെ തീഗോളങ്ങൾ അയച്ചെങ്കിലും മെറിയത്തിന് അടുത്തെത്തുമ്പോഴേക്കും അവയെല്ലാം കെട്ടുപോയി. അങ്ങോട്ട് നോക്ക് റിബേക്ക, മെറിയം പറഞ്ഞപ്പോൾ റിബേക്ക മെറിയം പറഞ്ഞിടത്തേക്ക് നോക്കി. ജോനഥാന്റെ കഴുത്ത് കൈത്തണ്ട കൊണ്ട് അമർത്തിപ്പിടിച്ച് അവരെ നോക്കി നിൽക്കുകയായിരുന്നു ദാവീദ്. മിറ, മെറിയം അവളെ വിളിച്ചു. നീ തിരിച്ചെടുത്തത് സാത്താൻ നൽകിയ ശക്തികളാണ്. ഈ ദൈവപുത്രൻ നൽകിയതൊന്നും നിനക്ക് തിരിച്ചെടുക്കാനാകില്ലല്ലോ. മെറിയം തന്റെ കൈവിരലിലെ മോതിരം കാണിച്ചു കൊടുത്തു. എല്ലാ അവകാശങ്ങളോടും കൂടെ ഈ ദൈവപുത്രൻ എന്റെ ഭാര്യയ്ക്ക് കൈമാറിയതാണ് ആ മോതിരം. എന്റെ പ്രാർത്ഥന പഠനത്തിനിടയിൽ മെറിയത്തിന്റെ അകത്ത് ചെന്ന കറുപ്പ് പുറത്തെടുത്ത ശേഷം എന്റെ മമ്മ ആരോഹാനെ ഏൽപ്പിക്കാൻ പറഞ്ഞ മോതിരം. ഏതൻ മാത്രമാണ് ആ മോതിരത്തിന്റെ അവകാശി. ആ അവകാശി സർവ്വ അധികാരങ്ങളും തന്റെ പാതിക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട്. നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് തന്നെ ആരോഹാന്റെ പ്രാർത്ഥനയിലൂടെ നഥാൻ ഏതന്റെയും കാതറിൻ കേറ്റിന്റെയും അനുവാദത്തോടെ യഹൂദ വംശത്തിന്റെ രാജാവായ എന്റെ അധികാരത്തോടെ ആ മോതിരം ഞാൻ കൈമാറി. നീയെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു അല്ലേ? ജോനഥാൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതല്ലേടാ എന്നെ ദൈവപുത്രൻ എന്ന് പറയുന്നത്. ദാവീദ് അവന്റെ കഴുത്തിൽ ഒന്നുകൂടെ കൈമുറുക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാം നിശ്ചയിക്കുന്നത് ഞാനാണ്. എന്റെ തീരുമാനങ്ങൾക്ക് അധീനമായാണ് നീ അടക്കം ജീവിക്കുന്നത്. ഓരോ അവതാരങ്ങളും പിറവിയെടുക്കുന്നത് തിന്മകളെ ഇല്ലാതെയാക്കാനാണ് ജോനഥാൻ. ദാവീദ് അവനെ പിടിച്ചു തിരിച്ച് നെഞ്ചിലേക്ക് ചവിട്ടി. ജോനഥാൻ തെറിച്ചു വീണു. റിബേക്ക ജോനഥാന്റെ അടുത്തേക്ക് ഓടുവാനായി ആഞ്ഞതും മിറിയം അവളുടെ കൈ പിടിച്ച് വലിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. വേണ്ട മിറിയം, നിന്നെ ഞാൻ കൊല്ലും. മിറിയമല്ല മിറ, എസ്തേർ, എസ്തേർ ഇമ്മാനുവൽ ഏതൻ. മിറിയം കൈകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ കുത്തിപ്പിടിച്ചു. ദാവീദ് ചെന്ന് ജോനഥാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവന്റെ കൈകൾ പിന്നിലേക്ക് കൂട്ടിപ്പിടിച്ചോടിച്ചു. ദാവീദ്! ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയപ്പോൾ ഉറക്കമായിരുന്ന നാനൂനെ എടുത്ത് നിൽക്കുമായിരുന്നു എലീന. കൂടെ മെർലിനുമുണ്ടായിരുന്നു. ദാവീദ് ജോനഥാനെ വിട്ടു. മെറിയം റിബേക്കയും. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വേണ്ടേ? എലീന ചോദിച്ചു. ആന്റി, നാനൂനെ ഇതാ, ആരോൺ പറഞ്ഞു. നാനൂനെ തരില്ലല്ലോ മോനെ. മെർലിൻ നാനൂന്റെ കാലിൽ പിടിച്ച് തല കുത്തനെ പിടിച്ചുയർത്തി. നാനു! മെറിയം വിളിച്ചു. നാനു! ദാവീദ് അവളുടെ അടുത്തേക്ക് പോകാനായി ആഞ്ഞതും ജോനഥാൻ ദാവീദിന്റെ കൈ പിടിച്ച് തടഞ്ഞു. മമ്മ! നാനു കരഞ്ഞു. മെർലിൻ, ഞങ്ങളോട് തീർക്കാനുള്ള കണക്കുകൾ ഞങ്ങളോട് തീർക്കുക. എന്റെ കുഞ്ഞിനെ വെറുതെ വിട്, മെറിയം പറഞ്ഞു. എല്ലാവർക്കും അവനവന്റെ കുഞ്ഞുങ്ങൾ വലുതാണ് എസ്തേർ. അത് കേട്ടപ്പോൾ മെറിയവും ദാവീദും പരസ്പരം നോക്കി ചിരിച്ചു. നാനൂനെ വിടാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവൻ പെട്ടെന്ന് തന്നെ പോകണ്ട എന്ന് കരുതിയിട്ടാണ്. ദാവീദ് ചിരിച്ചു. ദാവീദ് പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. മെർലിന്റെ കയ്യിലിരിക്കുന്ന നാനു പതിയെ കനം വെക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഉടനെ നാനു അവളുടെ കയ്യിൽ നിന്ന് ഊർന്നുപോയതും നാനു ദാവീദിന് നേരെ ഓടി. ദാവീദ് നാനൂനെ എടുത്തു. അബ്ബാ, ഗ്രാൻഡ്മ നാനൂനെ ഇങ്ങനെ പീച്ചു. അവൾ തല ചരിച്ച് കാണിച്ചു കൊടുത്തു. ഇത് നാനൂന്റെ ഗ്രാൻഡ്മയല്ല, ദാവീദ് പറഞ്ഞു. അല്ലേ മമ്മ? നാനു മെറിയത്തെ നോക്കി. അല്ല, മെറിയം പറഞ്ഞു. നാനൂന്റെ ഗ്രാൻഡ്മ വീട്ടിലുണ്ടല്ലോ നാനു. അബ്ബാ, ഇവയെ നാനൂനെ എന്നും പറ്റിറ്റും. അബ്ബയും അമ്മയും വയുമെന്ന് പറഞ്ഞ്. ആണോ? നാനൂനെ പറ്റിച്ചല്ലേ? നമുക്ക് നല്ല അടി കൊടുക്കാട്ടോ, ദാവീദ് പറഞ്ഞു. നാനു മൂളി. മോൾക്ക് തല്ലണോ ഇവരെ? വേണ്ട, മമ്മ പറഞ്ഞിട്ടുണ്ട് വലിയവയെ വികൃതി കാട്ടാൻ പാടില്ലെന്ന്. നാനൂന് വികൃതി കാട്ടാൻ നാനൂനേക്കാൾ താഴെ ആളുണ്ടബ്ബാ. പക്ഷെ അബ്ബയും അമ്മയും നോ പറയരുത്. ഇല്ല, ദാവീദ് പറഞ്ഞു. മോൾ അങ്കളുടെ അടുത്തേക്ക് ചെല്ല്. ദാവീദ് നാനൂനെ ആരോന്റെ കയ്യിൽ കൊടുത്തു. ഇത് നമുക്ക് അവസാനിപ്പിക്കണ്ടേ ജോനഥാൻ? എന്തായാലും ഒരു നന്ദിയുണ്ട് മിറ, ഇവളിൽ നിന്ന് നീ ആ ശക്തികളും പദവിയും തിരിച്ചെടുത്തതിൽ. പക്ഷെ ദാവീദ്, ശക്തി മാത്രമല്ല, ഇവളെയും തിരിച്ചെടുക്കുകയാണ് ഞാൻ. റിബേക്കയുടെ കൈകൾ മെറിയത്തിന്റെ കഴുത്തിലേക്ക് നീണ്ടപ്പോൾ നഖങ്ങൾ അവളുടെ കഴുത്തിലാഴ്ന്നു. മിറ! ദാവീദ് റിബേക്കയുടെ അടുത്തേക്ക് ചെല്ലാനാഞ്ഞതും ജോനഥാൻ അവന് മുന്നിൽ വന്നു നിന്ന് ദാവീദിന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. ദാവീ! ആര്യൻ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നതും ആര്യൻ തെറിച്ച് പുറത്തേക്ക് വീണു. ആരോൺ ചെന്ന് ആര്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നാനു എല്ലാം നോക്കി നിന്നു.
ദാവീദ് എഴുന്നേറ്റ് ജോനഥാന് നേരെ ചെന്നതും ജോനഥാൻ അവന്റെ നേരെ ചാടി ഉയർന്ന് ദാവീദിന്റെ മുഖത്തേക്ക് കൈവീശി. മറിയം റിബേക്കയുടെ കൈപിടിച്ച് വലിക്കുവാൻ ശ്രമിച്ചു. റിബേക്കയുടെ ശരീരത്തിൽ നിന്ന് കറുത്ത പുകച്ചുരുളുകൾ വരുന്നത് മറിയം കണ്ടു. 2 കൈകൊണ്ട് റിബേക്ക മറിയത്തെ ആ വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. നിലത്തിടിച്ചു വീണ മറിയം കിതച്ചുകൊണ്ട് ആ മണ്ണിൽ കിടന്ന് റൂമിനകത്തേക്ക് നോക്കി. വാതിൽക്കൽ നിന്നിരുന്ന നാനു മറിയത്തെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. മമ്മ! നാനു ഓടി വരുവാൻ നിന്നതും റിബേക്ക നാനുവിന്റെ കഴുത്തിൽ പിടിച്ചുയർത്തി. എന്റെ മോള്! മറിയം എഴുന്നേറ്റ് അവൾക്ക് നേരെ വേച്ച് നടന്നു. നാനുവിനെ പിടിച്ച കൈ പൊള്ളുന്നതുപോലെ റിബേക്കയ്ക്ക് തോന്നി. നാനു! മറിയം ഓടി വരുമ്പോഴേക്കും റിബേക്ക 2 കൈകൊണ്ട് നാനുവിനെ വലിച്ചെറിഞ്ഞു.